നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കർഷകർക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അഥവാ PM കിസാൻ. രാജ്യത്തെ അർഹരായ കർഷക കുടുംബങ്ങൾക്ക് വർഷം 6000 രൂപയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. 2000 രൂപ വീതമുള്ള 3 തുല്യ ഗഡുക്കളായാണ് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നൽകുന്നത്. പ്രത്യേകിച്ച് 24ാം ഗഡുവിന്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഈ KYC എന്നുള്ളത്. ഈ KYC പെൻഷൻ മസ്റ്ററിംഗ് പെൻഷൻകാർക്ക് എത്ര തന്നെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് PM കിസാൻ പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിന് ഈ KYC വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണെന്നുള്ളത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് PM കിസാൻ ഔദ്യോഗിക പോർട്ടൽ വഴി പരിശോധിക്കണം. ഈ KYC പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് പൂർത്തിയാക്കണം. ഓൺലൈനായി ചെയ്യാൻ കഴിയാത്തവർക്ക് സമീപത്തെ CSC കേന്ദ്രത്തിന്റെ സഹായവും തേടാം. അടുത്തതായി പരിശോധിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ്. PM കിസാൻ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT വഴിയാണ് എത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ നൽകിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് സജീവമാണോ, അക്കൗണ്ട് വിവരങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടോ, ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയാണോ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കുക. പ്രത്യേകിച്ച് അടുത്തിടെ ബാങ്ക് അക്കൗണ്ട് മാറ്റിയിട്ടുള്ളവർ ഇക്കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആധാർ സീഡിംഗ്, DBT, NPCI മാപ്പിംഗ് സംബന്ധമായ ബാങ്കിംഗ് വിവരങ്ങളും ശരിയായ നിലയിലാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. മറ്റൊരു പ്രധാന കാര്യം ഭൂമി സംബന്ധമായ വിവരങ്ങളാണ്. PM കിസാൻ പദ്ധതിയിൽ ഭൂമി സംബന്ധമായ രേഖകൾക്കും പ്രാധാന്യം കൂടുതലാണ്. ഭൂമി കൈമാറ്റം ചെയ്തിട്ടുള്ളവർ, അടുത്തിടെ ഭൂമി വാങ്ങിയവർ, കുടുംബത്തിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റം വന്നവർ തുടങ്ങിയവർ തങ്ങളുടെ രേഖകൾ ശരിയായ നിലയിലാണോ എന്ന് പരിശോധിക്കണം. ഇതിനൊപ്പം നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് കൂടി പരിശോധിക്കുക. നിങ്ങളുടെ പേര് പദ്ധതിയിൽ നിലവിൽ ഉണ്ടോ എന്നുള്ള കാര്യവും, മുൻഗഡുക്കളുടെ പേയ്മെന്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും, എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. PM കിസാൻ ഔദ്യോഗിക പോർട്ടലിൽ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ ആവശ്യമായ വിവരങ്ങൾ നൽകി നിങ്ങളുടെ നിലവിലെ സ്ഥിതി അറിയാം. മുൻപ് ഗഡു ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പേയ്മെന്റ് സംബന്ധിച്ച വിവരങ്ങളും അവിടെ പരിശോധനയ്ക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇനി മറ്റൊരു കാര്യം കൂടെ കർഷകർ ശ്രദ്ധിക്കണം. PM കിസാൻ പദ്ധതിയുടെ പേരിൽ പലതരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതായത് OTP, ഒരു വ്യാജ വാർത്തയിലും OTP നിങ്ങൾ നൽകാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. PM കിസാൻ തുകയുമായി ബന്ധപ്പെട്ട് OTP, ATM പിൻ, UPI പിൻ എന്നിവ പാസ്വേഡായ കാര്യങ്ങളോ രഹസ്യ വിവരങ്ങളോ ആരോടും പങ്കുവെക്കരുത്. ഇനി നമ്മൾ കാത്തിരിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ 24ാം ഗഡു എപ്പോഴാണ് ലഭിക്കുക എന്നുള്ള ചോദ്യം. ഇതിനു മുൻപ് 23ാം ഗഡു ജൂൺ മാസം 2026 20ാം തീയതിയാണ് വിതരണം ചെയ്തത്. ഇപ്പോൾ രാജ്യത്തെ കർഷകർ 24ാം ഗഡുവിനായി കാത്തിരിക്കുകയാണ്. PM കിസാൻ പദ്ധതിയിൽ സാധാരണയായി 4 മാസത്തിന്റെ ഇടവേളയിലാണ് ഗഡുക്കൾ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 23ാം ഗഡുവിന്റെ തീയതി കണക്കിലെടുക്കുമ്പോൾ അടുത്ത ഗഡുവിനായി സെപ്റ്റംബർ ഒക്ടോബർ മാസ കാലയളവിലാണ് പ്രധാനമായും നോക്കുന്നത്. എന്നാൽ 24ാം ഗഡുവിന്റെ കൃത്യമായ ഔദ്യോഗിക തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് പല നാഷണൽ മാധ്യമങ്ങളും, അതായത് ദേശീയ തലത്തിലുള്ള പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ പല തീയതികളും പ്രഖ്യാപിക്കുന്നുണ്ട്, അത് വിശ്വസിക്കരുത്. ഇനി രക്ഷാബന്ധൻ തീയതിയിൽ തന്നെ 24ാം ഗഡു എത്തും എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളും പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത്തരം അവകാശവാദങ്ങൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണമില്ല. മുൻപ് നിങ്ങൾക്ക് PM കിസാൻ തുക ലഭിച്ചിട്ടുണ്ടെന്ന് മാത്രം കൊണ്ട് നിങ്ങൾക്ക് അടുത്ത ഗഡുവും ഉറപ്പായി ലഭിക്കുമെന്ന് കരുതരുത്. നിലവിലെ അർഹതയും പദ്ധതിയുമായി ബന്ധപ്പെട്ട ആവശ്യമായ പരിശോധനയും ശരിയാക്കണം. ഈ KYC പൂർത്തിയായിരിക്കണം. ബാങ്ക് വിവരങ്ങൾ ശരിയായിരിക്കണം. ആവശ്യമായ ആധാർ, DBT സംബന്ധമായ വിവരങ്ങൾ ശരിയായിരിക്കണം. ഭൂമി സംബന്ധമായ പരിശോധന പൂർത്തിയാക്കണം. ബെനിഫിഷ്യറി സ്റ്റാറ്റസിലും പ്രശ്നമുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ 24ാം ഗഡുവിനായി കാത്തിരിക്കുന്ന കർഷകർ ഇപ്പോൾ തന്നെ ഈ വിവരങ്ങൾ പരിശോധിച്ചിരിക്കുന്നത് നല്ലതാണ്. PM കിസാൻ പദ്ധതിയുടെ 24ാം ഗഡു ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഈ KYC പ്രധാനമായും ചെക്ക് ചെയ്യുക എന്നുള്ളത് അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.